ഒടുക്കത്തെ പോക്ക് പോവാണ്. ഇനി എന്തിനാ കോൺക്ലേവ് നടത്തുന്നത്? വികസന സദസ്, സെമിനാറ്, കോടികൾ ചെലവഴിക്കുകയാണ്. കോടികൾ. അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ എന്നാണ് പറയുന്നത്. ഓരോന്നിനും മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ 2.5 കോടിയായെന്ന് പറയുന്നത്. ആര് കൊണ്ടുപോകുന്നു ഈ പൈസയൊക്കെ? ഇതൊക്കെ ആരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ പരിപാടി നടത്തിയല്ലോ. ഞങ്ങളിവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ടുവന്ന് ആരോഗ്യരംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും വലിയ പരിപാടി നടത്തിയല്ലോ. ഞങ്ങൾക്കൊന്നും കോടികളായില്ലല്ലോ. ഒരുപാട് പേര് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും വന്നല്ലോ ഞങ്ങളുടെയൊക്കെ പരിപാടിക്ക്. ഈ കോടികളൊന്നും ഞങ്ങൾക്കായില്ലല്ലോ. ആര് കൊണ്ടുപോവാണ്? ബാക്കിയുള്ളത് കൂടി പോണ പോക്കിന് ഒരു പോക്കുണ്ടല്ല, ആ പോക്കില് മുഴുവൻ കൂടി തൂത്തുവാരി കൊണ്ടുപോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഇപ്പോഴാണ് കേരളത്തെ നന്നാക്കിയെടുക്കാൻ 31-ലെ കേരളം എന്തായിരിക്കണം, 25-ലെ കേരളം എന്താണെന്ന് ആദ്യം ഒന്ന് നോക്ക്. എന്നിട്ട് മതി 31-ലെ കേരളത്തെ നന്നാക്കാൻ. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ PR ഏജൻസികളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന 2026-ലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിഭ്രാന്തിയാണ് ഈ കാണിക്കുന്നതെല്ലാം. എവിടെ എന്ത് കിട്ടിയാലും അടിച്ചു മാറ്റുകയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പമെങ്കിൽ അത്, കഥകെങ്കിൽ കഥക്, കട്ടളെങ്കിൽ കട്ടള. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് ആട്ടി ഓടിക്കാൻ. 2026-ൽ 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതുവരെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊന്നും കിട്ടുമെന്ന്. സമരം ചെയ്യാം, കിട്ടാനൊന്നും പോകുന്നില്ല. ഇതൊന്നും അതൊന്നും പേടിക്കണ്ട. സമരം ചെയ്തോ, സമരം ചെയ്താൽ ഒരു സമാധാനമുണ്ട്. അധികം നാളില്ലല്ലോ ഇത് എന്നുള്ള സമാധാനത്തിൽ വന്ന് സമരം ചെയ്യാം. മാറ്റമുണ്ടാകും, മാറ്റമുണ്ടായേ മതിയാവും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മുഴുവൻ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.